നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ നോക്കുകുത്തി സ്ഥാപിക്കൽ സമരം. മണലൂർ തുള്ളൽ കളരിയിൽ ചെണ്ടവാദ്യ വിദ്യാർത്ഥികൾ അരങ്ങേറി. സ്കൂളുകളിൽ NSS ക്യാമ്പുകൾ. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി വലപ്പാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നോക്കുകുത്തി സ്ഥാപിക്കൽ സമരം നടത്തി. സംസ്ഥാനത്തെ ക്രമസമാധാന വീഴ്ചകൾക്ക് ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായതാണ് കാരണമെന്നാരോപിച്ചായിരുന്നു സമരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷനായി. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ബിനോയ് ലാൽ, ജനറൽ സെക്രട്ടറിമാരായ UR രാഗേഷ്, അജ്മൽ ഷരീഫ്, അൻസാർ അഹമ്മദ്, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PC മണികണ്ഠൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PM സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി VA ഫിറോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം വൈശാഖ് വേണുഗോപാൽ, സന്തോഷ് പുളിക്കൽ, സജിത്രൻ തയ്യിൽ, ജിതേഷ് പൊയ്യാറ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ പോലീസിന് പകരം കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടത് നോക്കുകുത്തികളാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. SDPയുടെ സംസ്ഥാന സെക്രട്ടറി ഷാൻ എന്ന് പറയുന്ന വ്യക്തി കൊലപാതകം കഴിഞ്ഞ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്, കേരളത്തിലെ പോലീസിന്റെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ കൊല്ലപ്പെടുമെന്ന് റിപ്പോർട്ട് വരുന്നു. ഈ റിപ്പോർട്ട് വന്നിട്ടും കേരളത്തിലെ പോലീസിന് കൊലപാതകം തടയാൻ കഴിയുന്നില്ലെങ്കിൽ, ഗുണ്ടാ വിളയാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പോലീസുകാർ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നതിനേക്കാളും നല്ലത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ തന്നെ, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് പോലെ തന്നെ നോക്കുകുത്തികളാകുന്ന കേരളത്തിലെ പോലീസുകാരാണ് ഏറ്റവും നല്ലത്. അതിനേക്കാളും നല്ലത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാരെക്കാളും നല്ലത് നോക്കുകുത്തികളാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാൻ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ നോക്കുകുത്തി സ്ഥാപിക്കൽ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് PA മനാഫ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. മണി കാവുങ്ങൽ, PS ഷാഹിർ, PA അനസ്, VS ജിനേഷ്, EA ഷഫീഖ്, MM ഷാബിൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്രമ പ്രവർത്തനം നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കാത്ത വിധം പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണ്. കാരണം ഇന്ന് അധികാരത്തിലുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ച വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് നടപടിയെടുക്കാൻ നട്ടെല്ലില്ലാത്ത, അതിന് സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. മണലൂർ തുള്ളൽ കളരിയിലെ ചെണ്ടവാദ്യ വിദ്യാർത്ഥികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം മണലൂർ പൂക്കാട് ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടന്നു. ഒരു പെൺകുട്ടിയടക്കം 9 കുട്ടികൾ അരങ്ങേറ്റത്തിൽ പങ്കാളികളായി. 40ഓളം പക്കമേളക്കാരുടെ അകമ്പടിയോടുകൂടി നടന്ന പഞ്ചാരിമേളം മുരളി പെരുന്നെല്ലി MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുള്ളൽ കളരിയുടെ ലോഗോയും അദ്ദേഹം പ്രകാശനം ചെയ്തു. കേരള കലാമണ്ഡലം പുരസ്കാരം നേടിയ കലാമണ്ഡലം രാജനെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ അധ്യക്ഷനായി. സുധീർ പൊറ്റേക്കാട്, ഗോപി മാമ്പുള്ളി, സാഹിത്യകാരൻ അബ്ദു ടി കൈതമുക്ക് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുത്താണ് ഒരു ചെണ്ട ലഭിക്കുന്നത്.
അപ്പോൾ ആ ചെണ്ടയോടുള്ള അല്ലെങ്കിൽ ആ മേളത്തോടുള്ള താല്പര്യം വേണം പഠനത്തിന്. കാരണം കുട്ടികൾ മറ്റു പല ഒരു കുട്ടിയോട് 10ാം തരം ആദ്യമായിട്ട് ഉത്തരം പറയുന്നത് എന്താവണം ചോദിച്ചാൽ എന്താ പറയുക? ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആകണം. ആരും പറയാറുണ്ടോ? നിരവധി രാജനടക്കമുള്ള നിരവധി പേരുണ്ട്. SNDP യോഗം കയ്പമംഗലം ദേവമംഗലം ശാഖയും പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബും ചേർന്ന് കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുധീപ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിതേഷ് P മണ്ടത്തറ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UY ഷമീർ, പഞ്ചായത്ത് അംഗം PK സുകന്യ, വനിതാ സംഘം പ്രസിഡന്റ് രാജി ശ്രീധരൻ, ശാഖാ ഭാരവാഹികളായ പ്രദീപ് തറയിൽ, സത്യൻ കുറുട്ടിപ്പറമ്പിൽ, മല്ലിനാഥൻ അണക്കത്തിൽ, ഇന്ദിര രാജഗോപാൽ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രസന്നൻ തറയിൽ, PK ജോൺസൺ, KK ബാബുരാജ്, പ്രസന്നൻ പറവറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളുടെ അതിർത്തി എന്ന് പറയുന്ന 4 പഞ്ചായത്ത് അല്ലെങ്കിൽ 3 പഞ്ചായത്തിൽ തിമിരരഹിത മേഖലയായി പ്രഖ്യാപിക്കും എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് എന്നാണ് ഒരിക്കലും ഒരു സംഭാഷകനോട് ജോൺസേട്ടൻ പറഞ്ഞത്. അത്രയും ആത്മാർത്ഥത്തോടു കൂടി നമ്മുടെ ഈ അതിർത്തിയിൽ, ലയൺസ് ക്ലബിന്റെ അതിർത്തിയിൽ വരുന്ന പ്രദേശങ്ങളിൽ തിമിരമുള്ള ആളുകൾ ഇല്ലാതാക്കണം എന്നുള്ള ഒരു അത്രയും നിർബന്ധമായൊരു രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. SNDP യോഗത്തെ സംബന്ധിച്ചോളം ഇതിന്റെ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു സംഘടനയായിരുന്നു SNDP യോഗം. പെരിഞ്ഞനം കേന്ദ്രമായി ആരംഭിക്കുന്ന ചേതന കലാകായിക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 3-ന് പെരിഞ്ഞനം വെസ്റ്റിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. ET ടൈസൺ MLA ലോഗോ പ്രകാശനം ചെയ്യും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, CPM ലോക്കൽ സെക്രട്ടറി PA സുധീർ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം UK സുരേഷ് കുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജിത്, ചേതന പ്രസിഡന്റ് KS അശ്വിത്, സെക്രട്ടറി ഗൗതം ജോഷി തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് ആൽമരം മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. നാട്ടിക മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. സംഘം ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ബാബു പനക്കൽ ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അവാർഡ് വിതരണവും നടത്തി. വൈസ് പ്രസിഡന്റ് KV ജയശീലൻ, ഭരണസമിതി അംഗങ്ങളായ VK മോഹൻദാസ്, PV സഹദേവൻ, KV ശങ്കരൻ, VK തമ്പി, VK ഭാസ്കരൻ, സാവിത്രി മോഹനൻ, സുമ മുരളീധരൻ, സെക്രട്ടറി സ്മിത എന്നിവർ പങ്കെടുത്തു. അതുപോലെ സംഘം സഹകാരികൾ, നമ്മളുടെ ലേലം ഓപ്ഷനിൽ പങ്കെടുക്കുന്ന മറ്റു മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാവർക്കും ആദ്യമായി ഞാൻ ജയശീലയുടെ സ്വാഗതം പറഞ്ഞു എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമ്മളുടെ ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് 1992 പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 2021 കഴിയാറായിരിക്കുകയാണ്. ഏകദേശം ഒരു 30 വർഷത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പൊതുയോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിലല്ല, ഞാൻ ഫസ്റ്റ് ഇവിടെ പ്രസിഡൻ്റായി അധികാരമേറ്റ് ഇതുപോലെ പൊതുയോഗം നടക്കുന്ന സമയത്ത് നമ്മൾ 25ാം വാർഷികം നമ്മൾക്ക് വിപുലമായി ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് എന്തുകൊണ്ടോ കോവിഡ് എന്ന മഹാമാരി നമ്മളുടെ പിടികൂടിയതുകൊണ്ട് നമ്മൾക്ക് അതിനൊന്നും സാധിച്ചില്ല. കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബിൽ 2nd വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടത്തി. 2nd വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PN സന്ദീപ് അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത്, ക്യാബിനറ്റ് സെക്രട്ടറി TS ബാലകൃഷ്ണൻ, റീജിയൻ ചെയർപേഴ്സൺ CA രവീന്ദ്രൻ, ക്യാബിനറ്റ് മെമ്പർ KV അരവിന്ദാക്ഷൻ, PRO MS പ്രദീപ്, ക്ലബ് സെക്രട്ടറി സുരേഷ് കൊട്ടാരത്ത്, ട്രഷറർ ഷാലി വർഗീസ്, അനിൽ ആന്റണി, പ്രഭാകരൻ, രമേശ്, മണികണ്ഠൻ, അഡ്വക്കേറ്റ് PK പുഷ്പാങ്കദൻ, നിഷ പ്രഭാകരൻ, തോബിയാസ്, ലാസർ, വിജി വർഗീസ്, സിന്ധു രമേശ് എന്നിവർ സംസാരിച്ചു. ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഫിൻസി ഫ്രാൻസിസിനെ ഡിസ്ട്രിക്ട് ലേഡീസ് ഫോറം പ്രസിഡന്റ് സുധാ നന്ദകുമാർ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു.
തുടർന്ന് ക്രിസ്തുമസ് പുതുവത്സര പരിപാടിയുടെ ഭാഗമായി കേക്ക് മുറിച്ചു. എല്ലാ അംഗങ്ങളും ക്രിസ്മസ് സമ്മാനം കൈമാറി. കലാപരിപാടികളും ഉണ്ടായി. ഈ ലോകത്തിലേക്ക് കരഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കണ്ണു തുറന്നു വരുമ്പോൾ അവസാനം മറ്റുള്ളവരെ കരയിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അതിനുള്ളിൽ കുറച്ചു കാലത്തെ ഒരു ജീവിതം, അതിനെ മറ്റുള്ളവരെ സഹായിക്കാനും അവരെ സ്വാതന്ത്ര്യത്തിൽ തലോടാനും സ്നേഹിക്കാനും അവസരം ലഭിക്കുക, അതാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം. അതിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ലയൺസ് പ്രസ്ഥാനം ഒന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എല്ലാവിധ അർത്ഥത്തിലും അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ് കാഞ്ഞാണി സെന്ററിലെ എല്ലാ മെമ്പർമാർക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി ഉണ്ണിമിശിഹായുടെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ദിവ്യബലിക്ക് വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ വർഷത്തെ പ്രസിഡന്റിയായി വിൻസെന്റ് കുണ്ടുകുളങ്ങരയെ തെരഞ്ഞെടുത്തു. തുടർന്ന് പ്രദക്ഷിണം നടന്നു. ദർശനസഭ ഭാരവാഹികളായ ഔസേപ്പ്, ലിജോ, ഫ്രാൻസിസ് താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 13ാമത് തൃശൂർ ജില്ലാ സമ്മേളനം ജനുവരി 6 തൃശൂരിൽ. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. COA ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന നേതാക്കളായ K ഗോവിന്ദൻ, പ്രവീൺ മോഹൻ, ബിനു ശിവദാസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുത്തൂർ ഫാഷൻ ജ്വല്ലേഴ്സിൽ സമ്മാനോത്സവം. നവംബർ 20 മുതൽ 2022 ഏപ്രിൽ 11 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷം. എല്ലാ ആഴ്ചകളിലും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നു. മെഗാ നറുക്കെടുപ്പ് ഏപ്രിൽ 15 ബമ്പർ സമ്മാനമായി സിംഗപ്പൂർ ഗോൾഡ് നെക്ലേസ് സമ്മാനിക്കുന്നു. പ്യുവർ 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് 2.5% മുതൽ ആരംഭിക്കുന്ന പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. എക്സ്ചേഞ്ച് മേള. പഴയ സ്വർണം വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിവാങ്ങാം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വേറിട്ട കളക്ഷൻസ്. വരൂ, ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. പുത്തൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. Island Bay Backwaters, Nadavilkara, Vadanapalli. An exclusive tailor-crafted event destination to host your wedding, reception, cultural programs and all types of business gatherings with 50 packs to 1000 packs seating capacity at the banks of Kanoli Canal. Conveniently located within 1 kilometer's distance from temple, church and mosque. Island Bay Backwaters event destination, Nadavilkara, Vadanapalli. AJ Gold Tripprayar. ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. AJ ഗോൾഡിൽ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ച് സമ്മാനങ്ങളുടെ പൊടിപ്പൂരം. 50,000 രൂപയ്ക്ക് സ്വർണ്ണാഭരണം അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് വജ്രാഭരണങ്ങൾ വാങ്ങിയാൽ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 5 പവൻ മുതലുള്ള ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകൾ, സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും, പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു വിൽക്കുവാനുള്ള സൗകര്യം, സ്വർണ്ണവിലയിലെ വ്യതിയാനങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ, 10,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകൾ, BIS 916 ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഭരണങ്ങൾ തൃശൂരിലെ ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ AJ ഗോൾഡ് തൃപ്രയാറിലും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി നിയർ സിഗ്നൽ ജംഗ്ഷൻ, തൃപ്രയാർ.
ഫോൺ 6282192294 9946729426. ബഹുമാന്യ നാട്ടുകാരെ, വാടാനപ്പള്ളി സുദാസിൽ വമ്പൻ വിലക്കുറവിന്റെ ഉത്സവമേളം, മെഗാ കോംബോ ഓഫർ. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും ഇതുവരെ ലഭിക്കാത്ത അത്രയും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. സാരി, കുർത്തി, ലെഗിൻസ്, പലാസോ, നൈറ്റി, ഇന്നർവെയർസ്, കിഡ്സ് ഡെയിലി വെയർ, ബെഡ്ഷീറ്റ് എന്നു വേണ്ട മറ്റെല്ലാ തുണിത്തരങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറിൽ സ്വന്തമാക്കാം. വരൂ, യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയൂ. തീരദേശത്തെ സമാനതകളില്ലാത്ത വസ്ത്രശേഖരം. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ഒരു മഴ ചാറിയാ മതി, പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെ. ആരെ വിളിക്കാൻ, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടി വിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ കാശ് കൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും. കേരള വിഷൻ. Direct Factory Outlet near Junction Kavadam opposite Grameen Bank, Temple Road, Triprayar. ക്വാളിറ്റിക്കും വിലക്കുറവിനും ലേറ്റസ്റ്റ് ഫാഷനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഷർട്ട് ആൻഡ് ജീൻസ് ഫസ്റ്റ്. 1000-ൽ പരം ഡിസൈനുകളിൽ 40-ൽ പരം ബ്രാൻഡഡ് ഷർട്ടുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് 199 രൂപ മുതൽ 499 രൂപ വരെ വിലകളിൽ. കർട്ടൻ ഫസ്റ്റ്, കർട്ടനുകളുടെയും കർട്ടൻ ഫിറ്റിംഗുകളുടെയും വലിയ കളക്ഷൻസ് ചെറിയ വിലകളിൽ. തിരുപ്പൂർ ബനിയൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരം ചെറിയ വിലകളിൽ. ബെഡ്ഷീറ്റുകളുടെയും എക്സ്പോർട്ട് സർപ്ലസ് മാറ്റുകളുടെയും വലിയ കളക്ഷൻസ് ചെറിയ വിലകളിൽ. കുർത്തീസ് ആൻഡ് ടോപ്സ്, വെസ്റ്റേൺ കുർത്തികളുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് വളരെ ചെറിയ വിലകളിൽ. ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് നിയർ ജംഗ്ഷൻ കവാടം ഓപ്പോസിറ്റ് ഗ്രാമീൺ ബാങ്ക്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. മണപ്പുറം ഋതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം ഋതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വളകൾക്ക് പണിക്കൂലി 3% മുതൽ. ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ. കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ. നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. Buy online, visit www.ritijewelry.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസസ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 04872395 ജോസഫിനെ പിടിച്ചടാ. ഹാജരെ. ആ ശിവദാസന, പാടൂ, കേറിയിരിക്കി. ബാക്കി പൈസ? അപ്പോ മണവാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ? അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടൂ? അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എൻ്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ആ ശിവദാസ, എന്തോ? ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത്
City Silks, best of both worlds. Edapar, Chavakad, Tripura, Puttanathani, Patambi, and Perinthalmanna. Daddy, net slow. Dead slow. കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ഞൊടിയിടയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിന് സമാപനമായി. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന തെരുവ് നാടകത്തോടു കൂടിയാണ് സപ്തദിന ക്യാമ്പിന് സമാപനമായത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സപ്തരശ്മി 973 ജീവനമ്യ ഗഞ്ചി തിരുനാട സംഘമാണ് ആദ്യം ഇന്ത്യയിൽ വളർന്നു വന്നത്. അതിൻ്റെ തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഒരു നേതാക്കളുടെ ഒരു പ്രധാനം കൂടിയാണ് സപ്തരശ്മി പിന്നീട് 975 ബിരുദം, ഇംഗ്ലീഷിൽ ബിരുദം നേടി. PTA പ്രസിഡന്റ് ഹമീദ് തടത്തിൽ അധ്യക്ഷനായി. പ്രോഗ്രാം ഓഫീസർ പുഷ്പാവതി MV, NSS ലീഡർമാരായ ബാഷിയ, മേഘ്ന എന്നിവർ നേതൃത്വം നൽകി. സമാപനത്തിന് മുന്നോടിയായി വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയദീപിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്യാമ്പും നടത്തിയിരുന്നു. നോക്കിയടാ, കുറച്ച് പെൺപിള്ളേര് ഡാൻസ് കളിക്കാനുണ്ടാ. അയ്യേ, ഓരോന്നിന്റെ ഒക്കെ കോലം കണ്ട. ഇവന്മാർക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനാരുല്ലേ? അതിനെങ്ങനെയാണ് ഇപ്പോഴത്തെ പെൺപിള്ളേര് ഒരു ബെല്ലും ബ്രേക്കില്ലല്ല. വന്ന് ആണേതാണ് പെണ്ണേതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്പർശനെ പാപം ദർശനെ പുണ്യം എന്നാണല്ലോ. കാണാലാ, കണ്ടോണ്ടിരിക്കാലാ. അതങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? മതിയിടി, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതി. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. നീ ഒരു പെണ്ണല്ലേ? നെഗണിക്കല്ലേ കിടന്നിട്ട്. പെരിഞ്ഞനം RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗം നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന്റെ ഭാഗമായി നടത്തിയ യെല്ലോ ലൈൻ ക്യാമ്പയിൻ കയ്പമംഗലം SHO OP സുജിത് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ TK ചിത്ര, PAC മെമ്പർ ബിജോയ് വർഗീസ്, വോളണ്ടിയർമാരായ അമൽ കൃഷ്ണ, അമൽ കുമാർ, അജ്വൽ അജയ്, മുഹമ്മദ് റൈഹാൻ, പ്രബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളിൽ നമ്മുടെ സ്കൂളിൻ്റെ ഒരു 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും, അത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പനയും നിരോധിക്കുക. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നാണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിജീവനം നാഷണൽ സർവീസ് സ്കീം ക്യാമ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ 5ാം ദിനം ഹരിതം പദ്ധതിയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത, കാർഷിക സംസ്കാര രൂപീകരണം എന്നിവ ലക്ഷ്യമിട്ട് ദത്തുഗ്രാമത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. 5ാം വാർഡിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ പച്ചക്കറി തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CR മുരളീധരൻ, സ്കൂൾ പ്രിൻസിപ്പൽ KH സാജൻ, NSS പ്രോഗ്രാം ഓഫീസർ ടീന ഡേവിസ്, സ്റ്റാഫ് സെക്രട്ടറി സന്തോഷ് CK എന്നിവർ സംസാരിച്ചു. വിഷരഹിത പച്ചക്കറികളുടെ ഉൽപാദനവും പച്ചക്കറികൾക്കു വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതും ലക്ഷ്യമാക്കിയാണ് തൈകൾ ദത്ത് ഗ്രാമത്തിലേക്ക് നൽകിയത്. ഇവിടെ അതിജീവനം എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 ദിവസമായി നമ്മുടെ സ്കൂളിൽ ഇതിൻ്റെ ക്യാമ്പ് നടക്കുകയാണ്. ആദ്യമേ തന്നെ ഈ 5ാം വാർഡിനെ ദത്ത് ഗ്രാമമായി തിരഞ്ഞെടുത്തതിൽ ഞങ്ങളുടെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ 1-2 വർഷമായി അതിരൂക്ഷമായിട്ടുള്ള കോവിഡിൻ്റെ
പ്രശ്നങ്ങളിൽ അതിന് അതിജീവനത്തിൻ്റെ തിരക്കിലായിരുന്നു നാം എല്ലാവരും. അതിലൊരു ചെറിയൊരു മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒത്തുകൂടാൻ പറ്റിയുമെങ്കിലും വീണ്ടും അടുത്ത വകഭേദം ഒമിക്രോൺ എന്ന വകഭേദം നമ്മളിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയും കൂടിയാണ്. വിദ്യാർത്ഥികൾ മഹാന്മാരായവരുടെ ജീവചരിത്രം വായിച്ചു വളരണമെന്ന് കവി കെ ദിനേശ് രാജ നാട്ടിക ശ്രീനാരായണ കോളേജിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നിർഭയ 2021 സപ്തദിന ക്യാമ്പിൽ അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കണ്ണാടികൾ പോലെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പിൻകാഴ്ച കണ്ണാടികൾ പോലെ പ്രയോജനപ്രദങ്ങളാണ് ഇത്തരം പുസ്തകങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബോധവൽക്കരണ ക്ലാസ്, സോപ്പ് നിർമ്മാണം, തെരുവ് നാടകം, പുതുവത്സരാഘോഷം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. കോളേജ് പ്രിൻസിപ്പൽ റീന രവീന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV രാജു, NSS പ്രോഗ്രാം ഓഫീസർമാരായ ബിപിൻ പ്രഭു, ആര്യ വിശ്വനാഥ്, വളണ്ടിയർമാരായ നിതിൻ ദാസ് കറുവങ്ങാട്ടിൽ, സ്നേഹ ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൈപ്പമംഗലം പോലീസ് SHO OP സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ TV സജീവ്, SPC ഗാർഡിയൻ പ്രസിഡന്റ് ഷാരി സന്തോഷ്, PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ഡെപ്യൂട്ടി HM KS കിരൺ, SPC CPO ബിജു മോഹൻ ബാബു, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ TB ജോജോ, CS പ്രബിൻ, ACPO VS നീതു എന്നിവർ സംസാരിച്ചു. നടത്താൻ പറ്റുക ഇതൊക്കെയാണ് SPC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേഡറ്റ് SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റാണ് SPC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോലീസ് POLIC പോലീസിന് ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. പൊളൈറ്റ്, ഒബീഡിയൻ്റ്, ലോയൽറ്റി, ഇൻ്റലിജൻസ്, കറേജിയസ്, എഫിഷ്യൻ. അതുപോലെ തന്നെ കേഡറ്റിനുണ്ട്. ആരെങ്കിലും ഒരു കേഡറ്റ് പറഞ്ഞാൽ എന്താണ്? C for കറേജിയസ് ആണ്. A for ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ്. D for എന്താണ്? ഡിസിപ്ലിൻ. E for എഫിഷ്യൻ ആൻഡ് T for ടാലൻറ്റഡ് ആണ്. പെരിങ്ങോട്ടുകര കിഴക്കുമുറി 14-ാം വാർഡിൽ രൂപീകരിച്ച പുത്തൻകുളം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ശിശിരസന്ധ്യ എന്ന സാംസ്കാരിക പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 65 കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് അസോസിയേഷൻ. അന്തിക്കാട് CI അനീഷ് കരീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ, വാർഡ് മെമ്പർ ശുഭ സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് രവി ബ്രാരത്ത്, സെക്രട്ടറി ദീപക് കലാനി, ട്രഷറർ ഷൈനി ജോയ്, കമ്മിറ്റി അംഗം ബേബി രവീന്ദ്രദാസ് എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി BS റോഡിൽ കറപ്പം വീട്ടിൽ മുഹമ്മദ് നിര്യാതനായി 78 വയസ്സായിരുന്നു. ആമിനക്കുട്ടിയാണ് ഭാര്യ. ഹസീന, ഉബൈദു, ഫൗസിയ എന്നിവർ മക്കളും സലീം, താലിയ, യൂസഫ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ നോക്കുകുത്തി സ്ഥാപിക്കൽ സമരം. മണലൂർ തുള്ളൽ കളരിയിൽ ചെണ്ടവാദ്യ വിദ്യാർത്ഥികൾ അരങ്ങേറി. സ്കൂളുകളിൽ NSS ക്യാമ്പുകൾ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.